നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഇന്നെടുക്കാൻ പോകുന്നത് ഇന്ത്യയിലെ വ്യോമ ഗതാഗതമാണ്. സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളാണ് PSC ഈ ഏരിയയിൽ നിന്ന് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യം. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ, അതാണ് കൂടുതലായിട്ടും ചോദിക്കാറ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ത്യയിലെ വ്യോമ ഗതാഗതത്തെ പറ്റി കുറച്ച് ഹിസ്റ്ററി പഠിക്കാനുണ്ട്, കുറച്ച് വർഷങ്ങളും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതും പിന്നെ പ്രധാന വിമാനത്താവളങ്ങളുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ക്ലാസ്സിലേക്ക് പോയാലോ. ഇന്ത്യയില് വ്യോമ ഗതാഗതം ആരംഭിച്ച വർഷം ഏതാ? 1911. 1911 ഇന്ത്യയിൽ വ്യോമ ഗതാഗതം എയർലൈൻസ് ആരംഭിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ വ്യോമ ഗതാഗതം ആദ്യമായി ആരംഭിച്ച വർഷം 1911. എവിടം മുതൽ എവിടം വരെ ആയിരുന്നു ആദ്യത്തെ വിമാന സർവീസ്? അലഹാബാദ് മുതൽ നൈനി ജംഗ്ഷൻ വരെ. അലഹാബാദ് മുതൽ നൈനി ജംഗ്ഷൻ വരെ ആയിരുന്നു ആദ്യത്തെ വിമാന സർവീസ്. ഇന്ത്യയിൽ വ്യോമ ഗതാഗതം ആരംഭിച്ച വർഷം 1911. അലഹാബാദ് മുതൽ നൈനി ജംഗ്ഷൻ വരെ ആയിരുന്നു ആദ്യത്തെ വിമാന സർവീസ്. 1947 ആയപ്പോൾ ഇന്ത്യൻ നാഷണൽ എയർവേസ്, ടാറ്റ സൺസ് ലിമിറ്റഡ്, ഡെക്കാൻ എയർവേസ്, എയർ സർവീസ് ഓഫ് ഇന്ത്യ എന്നീ 4 പ്രധാന കമ്പനികൾ വ്യോമഗതാഗതം ആരംഭിച്ചു തുടങ്ങി. അപ്പോൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ നാഷണൽ എയർവേസ്, ടാറ്റ സൺസ് ലിമിറ്റഡ്, എയർ സർവീസ് ഓഫ് ഇന്ത്യ, ഡെക്കാൻ എയർവേസ് എന്നീ 4 പ്രധാന കമ്പനികൾ എന്ത് ചെയ്തു? വ്യോമഗതാഗതം ലഭ്യമാക്കി തുടങ്ങി. 1951 ആയപ്പോഴത്തേക്കും ഭാരത് എയർവേസ്, ഹിമാലയൻ ഏവിയേഷൻ ലിമിറ്റഡ്, എയർവേസ് ഇന്ത്യ, കലിംഗ എയർവേസ് എന്നീ 4 കമ്പനികൾ കൂടി ഏത് രംഗത്തേക്ക് വന്നു? വ്യോമ ഗതാഗത രംഗത്തേക്ക് വന്നു. ഏതൊക്കെയാണ്? ഭാരത് എയർവേസ്, ഹിമാലയൻ ഏവിയേഷൻ ലിമിറ്റഡ്, എയർവേസ് ഇന്ത്യ, കലിംഗ എയർലൈൻസ്. അപ്പോൾ ഭാരത് എയർവേസ്, ഹിമാലയൻ ഏവിയേഷൻ ലിമിറ്റഡ്, എയർവേസ് ഇന്ത്യ, കലിംഗ എയർലൈൻസ് എന്നീ 4 കമ്പനികൾ കൂടി വ്യോമ സേവന രംഗത്തേക്ക് വന്നു 1951. 1947 ഇന്ത്യൻ നാഷണൽ എയർവേസ്, ടാറ്റ സൺസ് ലിമിറ്റഡ്, എയർ സർവീസ് ഓഫ് ഇന്ത്യ, ഡെക്കാൻ എയർവേസ് ഈ 4 കമ്പനികളാണ് വന്നത്. 1951 ആയപ്പോൾ ഭാരത് എയർവേസ്, ഹിമാലയൻ ഏവിയേഷൻ ലിമിറ്റഡ്, എയർവേസ് ഇന്ത്യ, കലിംഗ എയർലൈൻസ് എന്നീ 4 കമ്പനികളും കൂടി എത്തി. 1953 ആയപ്പോഴത്തേക്കും ഇന്ത്യൻ വ്യോമ ഗതാഗതം ദേശസാൽക്കരിച്ചു. ഇന്ത്യൻ വ്യോമ ഗതാഗതം ഇന്ത്യയുടെ വ്യോമയാന രംഗം ദേശസാൽക്കരിക്കപ്പെട്ടത് എന്ന് 1953 ഓഗസ്റ്റ് മാസം 1-നാണ്. 1953 ഓഗസ്റ്റ് മാസം 1-നാണ് ഇന്ത്യൻ വ്യോമയാന രംഗം ദേശസാൽക്കരിക്കപ്പെട്ടത്. അപ്പോൾ 1953 ഇന്ത്യയുടെ വ്യോമ ഗതാഗതം ദേശസാൽക്കരിക്കപ്പെടുകയും എയർ ഇന്ത്യ ഇന്റർനാഷണൽ, ഇന്ത്യൻ എയർലൈൻസ് എന്നീ 2 കോർപ്പറേഷനുകൾ രൂപം കൊള്ളുകയും ചെയ്തു. അപ്പോൾ 1953 എയർ ഇന്ത്യ ഇന്റർനാഷണൽ, ഇന്ത്യൻ എയർലൈൻസ് എന്നീ 2 കോർപ്പറേഷനുകൾ രൂപം കൊണ്ടത്. അപ്പോൾ എയർ ഇന്ത്യ ഇന്റർനാഷണൽ, ഇന്ത്യൻ എയർലൈൻസ് എന്നീ 2 കോർപ്പറേഷനുകൾ രൂപം കൊണ്ട വർഷം ഏതാ? 1953. അപ്പൊ ഇന്ത്യൻ എയർലൈൻസ് നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ, ഇന്ത്യൻ എയർലൈൻസ് നിലവിൽ വന്നത് 1953 ഓഗസ്റ്റ് മാസം 1-നാണ്. ഇന്ത്യൻ എയർലൈൻസ് നിലവിൽ വന്ന വർഷം ഏതാണ്? 1953 ഓഗസ്റ്റ് മാസം 1. ഈ ഇന്ത്യൻ എയർലൈൻസ് പിന്നീട് ഏതിൽ ലയിച്ചു? എയർ ഇന്ത്യയിൽ ലയിച്ചു. 2007 ഇന്ത്യൻ എയർലൈൻസ് ഏതിൽ ലയിച്ചു? എയർ ഇന്ത്യയിൽ ലയിച്ചു. അപ്പൊ ഇന്ത്യൻ എയർലൈൻസ് നിലവിൽ വന്ന വർഷം 1953 ഓഗസ്റ്റ് മാസം 1. ഇന്ത്യൻ എയർലൈൻസ് എയർ ഇന്ത്യയിൽ ലയിച്ച വർഷം ചോദിച്ചാൽ 2007 ആണ്. 2007.
ഇനി 2005 ഇന്ത്യയിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ആഭ്യന്തര വാഹകരായ ഇന്ത്യൻ എയർലൈൻസ് അതിന്റെ പേരിൽ നിന്നും എയർലൈൻസ് എന്ന പദം നീക്കി 2005 ഡിസംബർ 8 മുതൽ ഇന്ത്യൻ എന്ന് മാത്രം അറിയപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഇന്ത്യയിലെ സർക്കാർ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ എയർലൈൻസ് എന്ത് ചെയ്തു? 2005 ഡിസംബർ 8 മുതൽ ഈ എയർലൈൻസ് എന്ന പേര് നീക്കി ഇന്ത്യൻ എന്ന് മാത്രം അറിയപ്പെടാൻ തുടങ്ങി. പിന്നീട് ഇതെന്ത് ചെയ്തു? എയർ ഇന്ത്യയിൽ ലയിക്കുകയാണ് ചെയ്തത്. 2007 ആയപ്പോഴത്തേക്കും ഇത് എയർ ഇന്ത്യയിൽ ലയിക്കുകയാണ് ചെയ്തത്. ഓർക്കുക. അപ്പൊ ഇന്ത്യൻ വ്യോമയാന രംഗം ദേശസാൽക്കരിക്കപ്പെട്ട വർഷം, തീയതി 1953 ഓഗസ്റ്റ് മാസം 1. 1911 ഇന്ത്യയിലെ വ്യോമ ഗതാഗതം ആദ്യമായിട്ട് ആരംഭിച്ചത്. ആദ്യത്തെ വിമാന സർവീസ് എവിടെ മുതൽ എവിടം വരെയായിരുന്നു? അലഹാബാദ് മുതൽ നൈനി ജംഗ്ഷൻ വരെയായിരുന്നു എന്ന് ഓർക്കുക. വിമാനം കണ്ടുപിടിച്ചത് ആരാണ്? റൈറ്റ് ബ്രദേഴ്സ്. റൈറ്റ് സഹോദരന്മാർ, റൈറ്റ് ബ്രദേഴ്സ് ആണ് വിമാനം ആദ്യമായി കണ്ടുപിടിച്ചതും ഉപയോഗിച്ചതും അവർ തന്നെയാണ്. വർഷം 1903 ഡിസംബർ മാസം 17. 1903 ഡിസംബർ മാസം 17 വിമാനം ആദ്യമായി കണ്ടുപിടിച്ചത്. റൈറ്റ് ബ്രദേഴ്സ് ആണ് കണ്ടുപിടിച്ചത്. ഇന്ത്യൻ വ്യോമ ഗതാഗതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് JRD ടാറ്റയാണ്. JRD ടാറ്റയാണ് ഇന്ത്യൻ വ്യോമ ഗതാഗതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. പിന്നെ എയർ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു കറണ്ട് അഫെയർ ഉണ്ട്. എയർ ഇന്ത്യ ഇപ്പൊ പ്രൈവറ്റൈസ്ഡ് ചെയ്തിട്ടുണ്ട്. ആരുടെ കീഴിലാണ്? ടാറ്റ ഗ്രൂപ്പിന്റെ കീഴിലാണ്. എയർ ഇന്ത്യ ഇപ്പോൾ ഏത് ഗ്രൂപ്പിന്റെ കീഴിലാണ്? ടാറ്റ ഗ്രൂപ്പിന്റെ കീഴിലാണ്. 2022 ജനുവരി ആയപ്പോഴത്തേക്കും എയർ ഇന്ത്യയുടെ ഷെയർ ഇന്ത്യ ഗവൺമെന്റിന്റെ 100% ആർക്ക് വിറ്റു? ടാറ്റ ഗ്രൂപ്പിന് വിറ്റു. അപ്പോൾ എയർ ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോൾ സർക്കാർ ഉടമസ്ഥതയിലുള്ളതല്ല, ഇപ്പോൾ പ്രൈവറ്റ്ലി ഓൺഡ് എയർലൈൻസ് ആണ്. അപ്പോൾ എയർ ഇന്ത്യ വാസ് ഗവൺമെന്റ് ഓൺഡ് എയർലൈൻ, ബട്ട് നൗ ഇറ്റ് ഈസ് പ്രൈവറ്റ്ലി ഓൺഡ് എയർലൈൻസ്. ടാറ്റ ഗ്രൂപ്പാണ് എയർ ഇന്ത്യ വാങ്ങിയത്. ഓക്കെ, 2022 ആ കൈമാറ്റം പൂർത്തിയായത്. ഇപ്പൊ ഇന്ത്യൻ വ്യോമ ഗതാഗതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? JRD ടാറ്റയാണ്. ഇന്ത്യയിൽ ആദ്യമായി പൈലറ്റ് ലൈസൻസ് ലഭിച്ച ഇന്ത്യക്കാരനും ഇദ്ദേഹമാണ്. ഇന്ത്യയിൽ ആദ്യമായി പൈലറ്റ് ലൈസൻസ് ലഭിച്ച ഇന്ത്യക്കാരൻ ആരാണ്? JRD ടാറ്റയാണ്. JRD ടാറ്റ. ടാറ്റ എയർലൈൻസിന്റെ സ്ഥാപകൻ ആരാണ്? ടാറ്റ എയർലൈൻസ്. ടാറ്റ എയർലൈൻസിന്റെ സ്ഥാപകൻ JRD ടാറ്റയാണ്. ഇന്ത്യൻ വ്യോമ ഗതാഗതത്തിന്റെ പിതാവ് JRD ടാറ്റ. ടാറ്റ എയർലൈൻസിന്റെ സ്ഥാപകൻ JRD ടാറ്റ. ഈ ടാറ്റ എയർലൈൻസ് രൂപീകരിച്ച വർഷം ഏതാ? 1932. 1932 ടാറ്റ എയർലൈൻസ് രൂപീകരിച്ചത്. ടാറ്റ എയർലൈൻസ് എയർ ഇന്ത്യ എന്ന പേരിലേക്ക് മാറിയ വർഷം 1946. 1946 ഈ ടാറ്റ എയർലൈൻസ് ഏത് പേരിലേക്ക് മാറിയത്? എയർ ഇന്ത്യ എന്ന പേരിലേക്ക് മാറിയത്. എയർ ഇന്ത്യ എന്ന പേരിലേക്ക് മാറിയത് 1946. 1946 എയർ ഇന്ത്യയുടെ ആസ്ഥാനം ഡൽഹിയാണ്. എയർ ഇന്ത്യയുടെ ആസ്ഥാനം ഡൽഹി. അപ്പൊ ഇന്ത്യൻ വ്യോമ ഗതാഗതത്തിന്റെ പിതാവ് JRD ടാറ്റയാണ്. ആദ്യമായി പൈലറ്റ് ലൈസൻസ് ലഭിച്ച ഇന്ത്യക്കാരൻ ആരാണ്? JRD ടാറ്റയാണ്. ടാറ്റ എയർലൈൻസ് സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. ടാറ്റ എയർലൈൻസ് രൂപീകരിച്ചത് 1932. ഈ ടാറ്റ എയർലൈൻസ് ആണ് പിന്നീട് എന്തായിട്ട് മാറിയത്? എയർ ഇന്ത്യ ആയിട്ട് മാറിയത്. ടാറ്റ എയർലൈൻസ് ആണ് എന്തായിട്ട് മാറിയത്? എയർ ഇന്ത്യ ആയിട്ട് മാറിയത്. എയർ ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഡൽഹിയാണ്. അപ്പോൾ എയർ ഇന്ത്യയുടെ തന്നെ ചെലവ് കുറഞ്ഞ വിമാന സർവീസാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. എയർ ഇന്ത്യ എക്സ്പ്രസ്. എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് എയർ ഇന്ത്യയുടെ തന്നെ ചെലവ് കുറഞ്ഞ വിമാന സർവീസ്. ഈ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചി. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചിയാണെന്ന് ഓർക്കുക. അപ്പൊ ആദ്യമായി പൈലറ്റ് ലൈസൻസ് ലഭിച്ച ഇന്ത്യക്കാരനാണ് JRD ടാറ്റ എന്ന് പറഞ്ഞില്ലേ. ഇദ്ദേഹം ബോംബെയിൽ നിന്നും കറാച്ചി വരെ വിമാന സർവീസ് നടത്തിയത് 1932. അപ്പൊ 1932 ഇദ്ദേഹം ടാറ്റ എയർലൈൻസ് രൂപീകരിച്ചത്. ആ വർഷം തന്നെ ഇദ്ദേഹം ബോംബെയിൽ നിന്നും കറാച്ചി വരെ എന്ത് ചെയ്തു? JRD ടാറ്റ വിമാന സർവീസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ JRD ടാറ്റ ബോംബെയിൽ നിന്നും കറാച്ചി വരെ വിമാന സർവീസ് നടത്തിയ വർഷം 1932. ആ കാലത്താണ് 1932. ഇപ്പൊ ഇന്ത്യൻ എയർലൈൻസ് നിലവിൽ വന്ന വർഷം ഏതാ? ഇന്ത്യൻ എയർലൈൻസ് നിലവിൽ വന്നത് 1953 ഓഗസ്റ്റ് മാസം 1. ഇന്ത്യൻ എയർലൈൻസ് എയർ ഇന്ത്യയിൽ ലയിച്ച വർഷം ഏതാണ്? 2007 ആണ്. 2007
ഇന്ത്യയുടെ വ്യോമയാന രംഗം ദേശസാൽക്കരിക്കപ്പെട്ടത് എന്നാണ്? 1953 ഓഗസ്റ്റ് മാസം 1. 1953 ഓഗസ്റ്റ് മാസം 1-നാണ്. ഇനി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ AAI, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം 1995 ഏപ്രിൽ മാസം 1. ഇമ്പോർട്ടൻ്റ് ആണ്. 1995 എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. 1995 ഏപ്രിൽ മാസം 1. ആസ്ഥാനം രാജീവ് ഗാന്ധി ഭവൻ, ന്യൂഡൽഹി. ന്യൂഡൽഹിയിലെ രാജീവ് ഗാന്ധി ഭവനാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. അപ്പൊ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? രാജീവ് ഗാന്ധി ഭവൻ, ന്യൂഡൽഹി. രാജീവ് ഗാന്ധി ഭവൻ, ന്യൂഡൽഹി. സ്ഥാപിതമായ വർഷം 1995 ഏപ്രിൽ മാസം 1. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ഏത്? ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം, ന്യൂഡൽഹി. ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം. തെക്കേ ഇന്ത്യയിൽ, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ചോദിച്ചാൽ ബംഗളൂരുവിലെ കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ബംഗളൂരുവിലെ കെമ്പഗൌഡ, കുറച്ച് പേരൊക്കെ പോയിട്ടുണ്ടായിരിക്കും. കെമ്പഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട്, ബംഗളൂരു. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമാണ് കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് വിമാനത്താവളം രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഹൈദരാബാദിൽ സ്ഥിതി ചെയ്യുന്ന രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്. ഹൈദരാബാദിൽ സ്ഥിതി ചെയ്യുന്ന രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ഇനി ഒരു കറണ്ട് അഫെയർ ആണ്. ഇന്ത്യയിൽ ആദ്യമായി തിയേറ്റർ ഓപ്പൺ ചെയ്ത എയർപോർട്ട് ഏത്? ചെന്നൈ എയർപോർട്ടാണ്. ചെന്നൈ എയർപോർട്ട്. PVR സിനിമാസ് ആണ് തിയേറ്റർ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പൊ ചെന്നൈ എയർപോർട്ടാണ് ആദ്യമായിട്ട് തിയേറ്റർ ഓപ്പൺ ചെയ്ത എയർപോർട്ട്. ചെന്നൈ എയർപോർട്ട് ഓർക്കുക. രാജീവ് ഗാന്ധി അക്കാദമി ഫോർ ഏവിയേഷൻ ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെ? രാജീവ് ഗാന്ധി അക്കാദമി. രാജീവ് ഗാന്ധി അക്കാദമി ഫോർ ഏവിയേഷൻ ടെക്നോളജി. രാജീവ് ഗാന്ധി അക്കാദമി ഫോർ ഏവിയേഷൻ ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ഹൈദരാബാദ്. PSയുടെ സ്ഥിരം ചോദ്യമാണ്. രാജീവ് ഗാന്ധി അക്കാദമി ഫോർ ഏവിയേഷൻ ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി. ഇനി വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന്റെ നിറം PSC എപ്പോഴും ചോദിക്കാറുള്ള, പണ്ടത്തെ ചോദ്യപേപ്പർ എടുത്തു കഴിഞ്ഞാൽ സ്ഥിരം ചോദ്യമായിരുന്നു. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന്റെ നിറം എന്താണ്? ഓറഞ്ച് ആണ്. ഓറഞ്ച് ആണ് വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന്റെ നിറം. ഈ ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിച്ചത് ആരാണ്? ഡേവിഡ് വാറൻ. അതും ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഡേവിഡ് വാറൻ ആണ് ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിച്ചത്. അപ്പൊ വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന്റെ നിറം എന്ത്? ഓറഞ്ച്. ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിച്ചത് ആര്? ഡേവിഡ് വാറൻ ആണ്. ഡേവിഡ് വാറൻ. ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളമാണ് കുശോക് ബാക്കുള റിംപോച്ചെ. കുശോക് ബാക്കുല റിംപോച്ചെ അല്ലെങ്കിൽ ലേ എയർപോർട്ട് എന്നറിയപ്പെടുന്ന എയർപോർട്ട്. ലേ വിമാനത്താവളം. കുശോക് ബാക്കുല റിംപോച്ചെ എയർപോർട്ട് എന്നതാണ് പൂർണ്ണനാമം. കുശോക് ബാക്കുല റിംപോച്ചെ എയർപോർട്ട്, അതായത് ലേ എയർപോർട്ട്, സെർവിങ് ലേ എയർപോർട്ടാണ്. ലേ എയർപോർട്ടാണ് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളം കുശോക് ബാക്കുല റിംപോച്ചെ അല്ലെങ്കിൽ ലേ എയർപോർട്ട് ആണെന്ന് ഓർക്കുക. അപ്പൊ വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന്റെ നിറം എന്താണ്? ഓറഞ്ച് ആണ്. ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിച്ചത് ആരാ? ഡേവിഡ് വാറൻ. സിക്കിമിലെ ആദ്യത്തെ എയർപോർട്ട് ഏതാണ്? പക്കിയോങ് എയർപോർട്ടാണ്. പക്കിയോങ് എയർപോർട്ട് സിക്കിമിലെ ആദ്യത്തെ എയർപോർട്ടാണ്. പക്കിയോങ് എയർപോർട്ട് ഇന്ത്യയിലെ 100ാമത്തെ എയർപോർട്ട്. ഇന്ത്യയിലെ 100ാമത്തെ എയർപോർട്ടും സിക്കിമിലെ ആദ്യത്തെ എയർപോർട്ടും ഏതാണ്? പക്കിയോങ് എയർപോർട്ടാണ്. പക്കിയോങ് എയർപോർട്ട്. ഇനി യുദ്ധവിമാനം ഒറ്റയ്ക്കു പറത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാര്? യുദ്ധവിമാനം ഒറ്റയ്ക്ക് പറത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ആവണി ചതുർവേദിയാണ് യുദ്ധവിമാനം ഒറ്റയ്ക്ക് പറത്തിയ ആദ്യ ഇന്ത്യൻ വനിത. യുദ്ധമുഖത്തേക്ക് വിമാനം പറത്തിയ ഇന്ത്യൻ വനിത ആരാണെന്ന് ചോദിച്ചാൽ
ഗുജൻ സക്സേനയാണ്. ഗുജൻ സക്സേന. ഒറ്റയ്ക്ക് പറത്തിയത് ആരാണ്? അത് ആവണി ചതുർവേദി. യുദ്ധമുഖത്തേക്ക് വിമാനം പറത്തിയ ഇന്ത്യൻ വനിത ഗുജൻ സക്സേന. യുദ്ധവിമാനം ഒറ്റയ്ക്ക് പറത്തിയ ആദ്യ ഇന്ത്യൻ വനിത. യുദ്ധവിമാനം ഒറ്റയ്ക്ക് പറത്തിയ ആദ്യ ഇന്ത്യൻ വനിത. ഒറ്റയ്ക്ക് പറത്തിയ ആദ്യ ഇന്ത്യൻ വനിത ചോദിച്ചാൽ ആവണി ചതുർവേദിയും യുദ്ധമുഖത്തേക്ക് വിമാനം പറത്തിയ ഇന്ത്യൻ വനിത ഗുജൻ സക്സേനയുമാണ്. ഗുജൻ സക്സേന. ഇന്ത്യയിൽ ചെറുനഗരങ്ങളിൽ കുറഞ്ഞ ചെലവിൽ വിമാനയാത്ര സാധ്യമാക്കുന്ന പദ്ധതിയാണ് ഉഡാൻ പദ്ധതി. ഉഡാൻ പ്രോജക്ട് ഇമ്പോർട്ടന്റ് ആണ്. ഉഡാൻ. ഇന്ത്യയിൽ ചെറുനഗരങ്ങളിൽ കുറഞ്ഞ ചെലവിൽ വിമാനയാത്ര സാധ്യമാക്കുന്ന പദ്ധതിയാണ് ഉഡാൻ പദ്ധതി. ഉഡാൻ പദ്ധതി. ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉഡാൻ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെ? റായ്ബറേലിയിലാണ്. റായ്ബറേലി. റായ്ബറേലി എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശ്. റായ്ബറേലിയിലാണ് ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉഡാൻ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉഡാൻ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? റായ്ബറേലി, ഉത്തർപ്രദേശ്. ഉഡാൻ എന്ന പദ്ധതി എന്താ? ഇന്ത്യയിൽ ചെറുനഗരങ്ങളിൽ കുറഞ്ഞ ചെലവിൽ വിമാനയാത്ര സാധ്യമാക്കുന്ന പദ്ധതിയാണ് ഉഡാൻ പ്രോജക്റ്റ്. ഉഡാൻ പ്രോജക്റ്റ്. ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ റൺവേ ഉള്ള വിമാനത്താവളമാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ന്യൂഡൽഹി. ഇന്ത്യയിലെ ഏറ്റവും റഷ് കൂടിയ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ റൺവേ ഉള്ള വിമാനത്താവളം. ഏറ്റവും നീളം കൂടിയ റൺവേ ഉള്ള വിമാനത്താവളം ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ന്യൂഡൽഹി. ഇനി ഇന്ത്യയിലെ പ്രധാന വിമാനത്താവളങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടവ. ആദ്യത്തേത് കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമാണ് കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം. സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബംഗളൂരുവിലാണ്. ഇമ്പോർട്ടന്റ് ചോദ്യം. ബംഗളൂരു. കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബംഗളൂരു ആണെന്ന് ഓർക്കുക. സ്വാമി വിവേകാനന്ദ വിമാനത്താവളം റായ്പൂർ. സ്വാമി വിവേകാനന്ദ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? റായ്പൂർ. റായ്പൂർ. ബാബാ സാഹിബ് അംബേദ്കർ PSയുടെ സ്ഥിരം ചോദ്യം നാഗ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാബാ സാഹിബ് അംബേദ്കർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നാഗ്പൂർ. നാഗ്പൂർ. സ്വാമി വിവേകാനന്ദ റായ്പൂർ, ബാബാ സാഹിബ് അംബേദ്കർ നാഗ്പൂർ. ഡബോളിം എയർപോർട്ട് ഗോവയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഡബോളിം എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡബോളിം, ഗോവ. ജയപ്രകാശ് നാരായൺ പാട്ന. ജയപ്രകാശ് നാരായൺ എയർപോർട്ട് പാട്ന. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണെന്ന് പറഞ്ഞു? ന്യൂഡൽഹി. 1-2 ഫാക്ട്സ് നമ്മളിപ്പോൾ പറഞ്ഞതാണ്. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ന്യൂഡൽഹി. രാജീവ് ഗാന്ധി വിമാനത്താവളം ഹൈദരാബാദ്. രാജീവ് ഗാന്ധി വിമാനത്താവളത്തിന്റെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഒരു ഫാക്ട് പറഞ്ഞത് എന്താ? ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഏതാണ്? രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടാണ്. വീർ സവർക്കർ വിമാനത്താവളം അന്താരാഷ്ട്ര വിമാനത്താവളം പോർട്ട് ബ്ലെയറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ പോർട്ട് ബ്ലെയർ വിമാനത്താവളം എന്നായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത്. പുതിയ പേരാണ് വീർ സവർക്കർ എയർപോർട്ട്. അപ്പൊ പോർട്ട് ബ്ലെയർ വിമാനത്താവളത്തിന്റെ പുതിയ പേര് എന്താണെന്ന് ചോദിച്ചാൽ വീർ സവർക്കർ എയർപോർട്ട് ആണ്. വീർ സവർക്കർ എയർപോർട്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ഹൈദരാബാദ്. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ഡൽഹി. ജയപ്രകാശ് നാരായൺ പാട്ന. ഡബോളിം എയർപോർട്ട് ഇമ്പോർട്ടന്റ് ആണ്, ഗോവ. ബാബാ സാഹിബ് അംബേദ്കർ ഇമ്പോർട്ടന്റ് ആണ്, നാഗ്പൂർ. സ്വാമി വിവേകാനന്ദ റായ്പൂർ. കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം ഇമ്പോർട്ടന്റ് ആണ്, ബംഗളൂരു. സീറോ എയർപോർട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സീറോ എയർപോർട്ട് അരുണാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. സീറോ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെ? അരുണാചൽ പ്രദേശ്. സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളം അഹമ്മദാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു? അഹമ്മദാബാദ്. അഹമ്മദാബാദ്. ജോളി ഗ്രാൻഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡെറാഡൂണിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജോളി ഗ്രാൻഡ് എയർപോർട്ട് ഡെറാഡൂൺ. ബിർസ മുണ്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ റാഞ്ചി. ബിർസ മുണ്ട എയർപോർട്ട് റാഞ്ചി. ദേവി അഹല്യാഭായ് ഹോൾക്കർ വിമാനത്താവളം പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇൻഡോർ. ദേവി അഹല്യാഭായ് ഹോൾക്കർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇൻഡോറിലാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം കൊൽക്കത്ത. കൊൽക്കത്ത എയർപോർട്ട് എന്നറിയപ്പെടുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളമാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളത്തിന്റെ പഴയ പേരാണ് ഡംഡം വിമാനത്താവളം. ഇമ്പോർട്ടന്റ്, ഡംഡം വിമാനത്താവളം. ഡംഡം എയർപോർട്ട് എന്നറിയപ്പെട്ടിരുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് എയർപോർട്ടാണ്. ഡംഡം എയർപോർട്ടിന്റെ പുതിയ പേരെന്ത്? നേതാജി സുഭാഷ് ചന്ദ്രബോസ് എയർപോർട്ട്. ലോക്പ്രിയ ഗോപിനാഥ് ബർദോളി എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഗുവഹത്തിയിലാണ്. ഗുവഹത്തി. ലോക്പ്രിയ ഗോപിനാഥ് ബർദോളി ഗുവഹത്തി. ലാൽ ബഹദൂർ ശാസ്ത്രി എയർപോർട്ട്
വാരണാസിയിലാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി, വാരണാസി. അപ്പൊ സീറോ എയർപോർട്ട് അരുണാചൽ പ്രദേശ്, സർദാർ വല്ലഭായ് പട്ടേൽ അഹമ്മദാബാദ്, ജോളി ഗ്രാൻഡ് എയർപോർട്ട് ഡെറാഡൂൺ, ബിർസ മുണ്ട റാഞ്ചി, ദേവി അഹല്യാഭായ് ഹോൾക്കർ ഇൻഡോർ, നേതാജി സുഭാഷ് ചന്ദ്രബോസ് കൊൽക്കത്ത, ലോക്പ്രിയ ഗോപിനാഥ് ബർദോളി ഗുവാഹത്തി, ലാൽ ബഹദൂർ ശാസ്ത്രി വാരണാസി. കറണ്ട് അഫെയർ, അയോധ്യയില് ഇപ്പൊ പുതിയൊരു എയർപോർട്ട് വന്നു. അയോധ്യയിൽ വന്ന എയർപോർട്ട് ആരുടെ നെയിമാണ് കൊടുത്തിരിക്കുന്നത്? അയോധ്യയിലെ എയർപോർട്ടിന് ആരുടെ നെയിമാണ് കൊടുത്തിരിക്കുന്നത്? മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട്. മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അയോധ്യയിലാണ്. 2023 ഡിസംബർ മാസമാണ് ഫൈസാബാദില് ഉദ്ഘാടനം ചെയ്തത്. അയോധ്യ എയർപോർട്ട് ആരുടെ പേരാണ് നൽകിയിരിക്കുന്നത്? മഹർഷി വാൽമീകിയുടെ പേരാണ് നൽകിയിരിക്കുന്നത്. മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട്. അടുത്തത് ചൗധരി ചരൺ സിംഗ് എയർപോർട്ട് ലക്നൌവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചൗധരി ചരൺ സിംഗ് ലക്നൌ. ഛത്രപതി ശിവജി എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. ബിജു പട്നായിക്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഭുവനേശ്വർ. ബിജു പട്നായിക് എയർപോർട്ട് ഭുവനേശ്വർ. ഉംറോയ് വിമാനത്താവളം ഷില്ലോങ്. ഉംറോയ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഷില്ലോങ്ങിലാണ്. മഹാറാണ പ്രതാപ് വിമാനത്താവളം ഉദയ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. മഹാറാണ പ്രതാപ് വിമാനത്താവളം ഉദയ്പൂർ. രാജാ ഭോജ്, അത് ആ പേര് തന്നെയുണ്ട്, ഭോപ്പാൽ. രാജാ ഭോജ് ഭോപ്പാൽ. മീനമ്പാക്കം, അതൊരു തമിഴ് ടച്ചുള്ള പേരല്ലേ, ചെന്നൈ ആണ്. മീനമ്പാക്കം ചെന്നൈ. ശ്രീ സത്യസായി പുട്ടപർത്തി, സത്യസായിയുടെ സ്ഥലം പുട്ടപർത്തി. ഇപ്പൊ ചൗധരി ചരൺ സിംഗ് ലക്നൌ. ഛത്രപതി ശിവജി മുംബൈ, ടെർമിനലും മുംബൈയിലാണ്. ഛത്രപതി ശിവജി ടെർമിനൽ മുംബൈ ആണ്. എയർപോർട്ട് മുംബൈ ആണ്. ബിജു പട്നായിക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഭുവനേശ്വർ. ഉംറോയ് വിമാനത്താവളം ഷില്ലോങ്. മഹാറാണ പ്രതാപ് വിമാനത്താവളം ഉദയ്പൂർ. രാജാ ഭോജ് ഭോപ്പാൽ. മീനമ്പാക്കം ചെന്നൈ. ശ്രീ സത്യസായി പുട്ടപർത്തി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്ത്യയുടെ വ്യോമ ഗതാഗതത്തെ കുറിച്ച് പഠിക്കേണ്ട പോയിന്റ്. കറണ്ട് അഫെയർ പറഞ്ഞ് പോയിന്റ്സ് ഒക്കെ ഓർത്തുകൂടാ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.